യൂണിറ്റ് പ്രസിഡന്റ് അദീബ് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ദേവസ്വേട്ട, മദർ തെരേസ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ അജി ഫ്രാൻസിസ്, ഡോൺ ബോസ്കോ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസട്ടൻ, മറ്റു ഭാരവാഹികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ 19 വരെ ഒരു യൂണിറ്റായിരുന്നു. നമ്മൾ 22-ൽ നമ്മൾ 2 യൂണിറ്റായിട്ട് നമ്മൾ തിരിഞ്ഞു. പക്ഷെ അങ്ങനെ തിരിഞ്ഞാലും നമുക്കറിയാലോ, നല്ല കുടുംബത്തിലെ സഹോദരങ്ങൾ വേറിട്ട് പോയാലും എല്ലാ പരിപാടിക്കും ഈ സഹോദരങ്ങൾ ഒന്നിച്ചേരും. അങ്ങനെ ഞാൻ കുറേ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളുടെ വളർച്ച നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അത് അനുഗ്രഹീതമായ ഒരു വളർച്ചയാണ്. അത് ഈ വേർപിരിയുക എന്നുള്ളത് പറയുന്നത് അനിവാര്യമായ ഘടകമാണ്. കാരണം നമുക്കറിയാം, അതിങ്ങനെ വളരുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ എണ്ണമാകുമ്പോൾ നമ്മളിങ്ങനെ വിഭജിക്കുന്നു. പക്ഷേ അവരെ അങ്ങ് മാറ്റി നിർത്തുകയല്ല, പറ്റാവുന്ന സന്ദർഭങ്ങളെല്ലാം കൂടിച്ചേർന്നത് പ്രവർത്തിക്കുന്നു. അതിലെ ഡോൺ ബോസ്കോയും മദർ തെരേസയും വളരെ മനോഹരമായി കാണിക്കുന്ന മാതൃക പ്രശംസനീയമാണെന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മ എന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്, സ്നേഹപൂർവ്വം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വാർഷികം 10-ാം തീയതിയാണ് മുന്നേ വെച്ചിരുന്നത്. അപ്പോൾ 10-ാം തീയതി അച്ഛന് ശംഷാബാദിലെ മറ്റേ പ്രിൻസ് പിതാവിൻ്റെ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ചില യൂണിറ്റുകാരൊക്കെ അങ്ങനെ നടത്തുകയുണ്ടായി. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ ഡോൺ ബോസ്കോയും മദർ തെരേസ യൂണിറ്റുകാർ അത് മാറ്റിവെച്ചപ്പോൾ അത് സ്നേഹപൂർവ്വം എന്നോട് കാണിക്കുക പരിഗണനയായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. ഞാൻ ഓർക്കണം, കാരണം ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. ഇപ്പം ഞങ്ങളില്ലെങ്കിൽ എത്രയോ കുടുംബസമ്മേളനം വാർഷികം നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ അച്ഛനും കൂടി അതിൽ ഉൾച്ചേർക്കുവാൻ നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് വലിയ മനസ്സാണ്. അത് വലിയ മനസ്സാണ്. കാരണം ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എങ്കിലും അത് അച്ഛനെ നിർത്തി പറയേണ്ടത്. നമുക്കത് പള്ളി, ദേവാലയം, വിശ്വാസം, കൂട്ടായ്മ, അതിൽ അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ കാരണം കൊണ്ടല്ല, മറ്റു പല കാരണങ്ങളുടെ ഇടവയ്ക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അല്പം ത്യാഗം സഹിച്ച നിങ്ങൾ ആ ത്യാഗം ഉണ്ടല്ലോ, ആ മനസ്ഥിതി ഞാൻ പരിഗണിക്കുകയാണ്, വിലമതിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ വലിയ വലിയ കാര്യം കൊടുക്കുന്നില്ലെങ്കിലും ഇത് അച്ഛന്മാരോടുള്ള ബഹുമാനം, ഇടവകയോടുള്ള ബഹുമാനം, ദൈവത്തോടുള്ള ബഹുമാനം, ആദരവ്, സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് കാണിച്ച ഒരു വലിയ കാര്യം. ഈ 2 കാര്യങ്ങളുമാണ് എനിക്ക് ആരംഭത്തിലേ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, അജേട്ടനോട് പറഞ്ഞു 10-15 പ്രോഗ്രാമുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളുള്ള ഒരു യൂണിറ്റാണ് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നമുക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തിമിർത്ത് ആടി ആസ്വദിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും നമുക്കറിയാമല്ലോ, ഡോൺ ബോസ്കോയും മദർ തെരേസയും സഭയുടെ പ്രേക്ഷിത മുഖങ്ങളിലെ വലിയ ഒരു സ്വാധീനം ചെലുത്തിയവരാണ്. ഡോൺ ബോസ്കോ യുവാക്കളുടേതായ മേഖലകളിൽ അവരെ ഒരുപാട് ചേർത്ത് പിടിച്ചെങ്കിലേ മദർ തെരേസ രോഗികളും അവശരും ആലംബഹീനരുമായവരെ ചേർത്ത് പിടിച്ചു. ഇത് രണ്ടും
സഭയുടെ രണ്ട് ചിറകുകളാണ്. നമുക്കിതിനെ വിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ അത് രണ്ടുപേരും എങ്ങനെയാണ് ഇതിങ്ങനെ ഒരുമിച്ച് വന്നതെന്ന് അറിയാൻ പറ്റുകയില്ല. നമ്മുടെ ഡോൺ ബോസ്കോ മുന്നേ ഉണ്ടായിരുന്നു. നമ്മൾ വേർതിരിച്ചപ്പോൾ നമുക്ക് മറ്റൊരു യൂണിറ്റ് വരികയായിരുന്നു ചെയ്തത്. പക്ഷേ എങ്കിലും ആ പേര് വന്നപ്പോൾ അത് അനുഗ്രഹീതമായൊരു പേരായി. കാരണം ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയുടെ ഒരു ജിഹ അല്ലെങ്കിൽ സഭയുടെ മുഖം എന്ന് പറയുന്നത് യുവാക്കളും അല്ലെങ്കിൽ യുവതികളും യുവജനതയും പിന്നെ നിരാലംബരുമായ മനുഷ്യരാണ്. ഈ ഒരു അവസ്ഥയിലുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ രണ്ട് വിശുദ്ധരുടെയും പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം. നമുക്ക് നമ്മുടെ ഇടവക ഈ കൂട്ടായ്മയ്ക്ക് അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈ യൂണിറ്റിലുള്ള കുട്ടികളും അല്ലെങ്കിൽ യുവജനങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇടവക സമൂഹത്തിലും അല്ലെങ്കിൽ ഈ ദേശത്തുള്ള യുവജനങ്ങൾക്ക് നമ്മുടെ വിശ്വാസ ജീവിതം മാതൃകയാക്കാൻ സാധിക്കണം. ഇന്ന് ഒരല്പം നമ്മൾ പുറകോട്ട് പോകുന്നത് നമ്മുടെ ഈ ചെറിയ കുട്ടികളും അല്ലെങ്കിൽ യുവാക്കളും യുവതികളൊക്കെ മറ്റുള്ളവരെ മാതൃകയാക്കുന്നതിൽ അവർ ഒരുപാട് അവർ ഈ സെലക്റ്റീവാണ് എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോൾ പന്ത് കളിയാണെങ്കിൽ മെസ്സി അല്ലെങ്കിൽ വലിയ വലിയ കളിക്കാരാണെങ്കിൽ റൊണാൾഡോനൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആ രീതികളും വേഷഭൂഷാദികളും സ്റ്റൈലുകളും ഒക്കെ സ്വന്തമാക്കിക്കൊണ്ട് ഈ ചലിക്കുന്നൊരു ശൈലി ഇന്ന് ഏറെ അത് പിടിക്കുന്നുണ്ട്. അത് പന്ത് കളിക്കാരാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ മേഖലയുള്ളവരൊക്കെ ആണെങ്കിൽ ഒത്തിരിയേറെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു സ്വാധീനം ചിലപ്പോഴെങ്കിലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ രീതികളിൽ ചിലപ്പോഴൊക്കെ അപഭ്രംശം സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ചേർത്ത് പിടിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ഓരോ കുടുംബങ്ങളും നമുക്കറിയാം, നമുക്കധികം മക്കളൊന്നുമില്ല, ഒന്നോ രണ്ടോ മൂന്നോ മക്കളൊക്കെ അധികം ഉള്ളത്. അപ്പോൾ ഈ മക്കള് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ കൂട്ടായ്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായ ഘടകം എന്താണ്? കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും, അത് ഏത് പ്രായത്തിലുള്ളവരായാലും ഏത് അവസ്ഥയുള്ളവരായാലും, അവർ തമ്മിലുള്ള ബന്ധം, സ്നേഹം, കൂട്ടായ്മ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് സ്കൂളിൽ പഠിക്കാനാകാം, ജോലിക്കാകാം, അല്ലെങ്കിൽ മറ്റ് ഏത് സ്ഥലത്ത് പോയാലും അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ അവിടെ ചെല്ലുന്ന ഉത്തരവാദിത്വം പറയും, നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, നല്ല മാതാപിതാക്കന്മാരുടെ കുട്ടിയാണ്, നല്ല കുടുംബ സ്നേഹം, കുടുംബ ബന്ധം ഉള്ള കുട്ടിയാണ്. അത് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. നമ്മുടെ ഓരോ സംസാരം, വാക്കുകൾ, ചെയ്തികൾ, പ്രവൃത്തികൾ, നിരൂപണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിശ്ചയദാർഢ്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമുക്ക് കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിനിധികളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് നല്ല ധാരണ ഉണ്ടാകണം. എൻ്റെ കുഞ്ഞ് പുറത്തു പോയാൽ, എൻ്റെ കുഞ്ഞ് അകലങ്ങളിൽ പോയാൽ പഠിക്കാനാകാം, അല്ലെങ്കിൽ ജോലിക്കാകാം, അത് UK-ലേക്കായാലും അമേരിക്കയിലേക്കായാലും അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും നോക്കത്ത ദൂരത്താണ്, കണ്ണത്ത ദൂരത്താണെങ്കിലും എൻ്റെ മകൻ അത് ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ മകള് ആരാണെന്ന് എനിക്കറിയാം. ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ധാരണ വളർത്തിയെടുക്കുന്നത് നല്ല കുടുംബങ്ങളിലാണ്. ഇതാണ് അച്ഛനെ പറയാനുള്ളൂ. അങ്ങനെ മാതാപിതാക്കളും മക്കളും അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് നോവുന്ന, മക്കളെക്കുറിച്ച് അസ്വസ്ഥരാകുന്ന മാതാപിതാക്കൾ വന്നാൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കും. അതിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, കുഞ്ഞു മക്കളെ ചെറുപ്പത്തിൽ തന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് മാതാപിതാക്കളും യുവാക്കളും സഹോദരനും ചെയ്യുക നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെയാണ് നമുക്കറിയാലോ, ഇന്ന് നിരാലംബരായിട്ട്, ഏകസ്ഥരായിട്ട്, രോഗികളായിട്ട് അല്ലെങ്കിൽ അശരണരായിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ കണ്ണികൾ നോക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭാ തലത്തിലുള്ള വിശ്വാസവും ജീവിതവും ഏറെ പ്രസക്തമായി തീരും. പ്രിയമുള്ളവരെ, ഈ നല്ല ദിവസം 4-6 വാക്ക് നിങ്ങളോട് സംസാരിക്കുവാനായിട്ടും നിങ്ങളേവരെയും കണ്ടുമുട്ടി ഈ ഒരു സ്നേഹകൂട്ടായ്മയുടെ ഭാഗമായി തീരുവാനായിട്ടും സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, ഈ യൂണിറ്റിൽ നിന്നും നിങ്ങൾ ഇടവക പള്ളിയോട് കാണിക്കുന്ന സ്നേഹം, മിക്കവാറും കുറേയേറെ പേര് പള്ളിയിൽ നിത്യേന കുർബാനയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പന്ന പിരിവുകളും മിഷൻ ഞായറാഴ്ചയിലേക്ക് അവരുടെ പോലെ നിങ്ങളൊക്കെ എല്ലാത്തിനും സഹകരിക്കുന്നവരാണ്. ആ സഹകരണത്തിന് അച്ഛൻ ഈ വാർഷികത്തിൽ നന്ദി പറയുകയാണ്.
കാരണം എന്താ? കാരണം നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയാണ്, അത് നമുക്ക് ഉണ്ടാകണം. അത് മാത്രം പോരാ, ഈ ഭാഗത്തു നിന്ന് നല്ല മിടുക്കുള്ള ആളുകൾ കൈക്കാരന്മാരായിട്ട് വരുന്നു. ഈ വർഷം കൊണ്ട് നമ്മുടെ ഈ 2 യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ വർഷം നമ്മുടെ യൂണിറ്റുകളിൽ നിന്ന് കൈക്കാരന്മാരുണ്ടായിരുന്നു. അതെന്താ സൂചിപ്പിക്കുന്നത്? അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരും അതിനുള്ള വിളി കിട്ടുന്നവരും ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം അല്ലെങ്കിൽ 1 വർഷമൊക്കെ സഭയുടെ പൊതു കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളുടെ ആ നല്ല മനസ്സ് നിങ്ങൾ ചെലവഴിക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് ആലോചിക്കാം. എൻ്റെ വയസ്സായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ വയ്യാതെ കിടക്കുമ്പോൾ ചിലർ പറയാറില്ലേ, അച്ഛൻ ഞാൻ പണ്ട് കൈക്കാരനായിരുന്നു 1 വർഷക്കാലം 2 വർഷക്കാലം. എൻ്റെ അപ്പൻ പണ്ട് ഉരുളിപ്പള്ളി കൈക്കാരനായിരുന്നു. അപ്പോൾ അപ്പൻ ഈ കൈക്കാരന്മാർ തിരിച്ചു പോരുമ്പോൾ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് അപ്പൻ അവിടെ വീട്ടിലെ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൈക്കാരസ്ഥാനം ഒഴിഞ്ഞു വരുമ്പോൾ വികാരിച്ച് നിന്ന ഫോട്ടോ എന്ന് പറയും. നമ്മൾ പല വീടുകളിലുണ്ടായിരിക്കും. കാരണം എന്താ? അത് വീട്ടിന് വേണ്ടി അല്ലാണ്ട് സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അടയാളമാണ്. എൻ്റെ അപ്പൻ അമ്മോട് പറയേ, അതെ ഇന്ന് പള്ളിയിൽ തെങ്ങേറുന്ന ദിവസം ഉണ്ടോ, നീ ഒരു കുറിച്ച് ചോറെടുത്താൻ. അപ്പം അമ്മ പറയും, ഒരു പള്ളിയിൽ ചോറില്ലാണ്ടാണോ? നീ അത് നോക്കേണ്ട കാര്യമില്ല, എൻ്റെ ചോറ് പൊടി എടുത്തന്നെ അങ്ങനെ പൊതിഞ്ഞ് കെട്ടി കൊടുത്തേക്കിട്ട് അപ്പം അത് കൊണ്ടുപോകും എന്ന് പറയാനുള്ളത്. കാരണം അപ്പം പക്ഷെ അഭിമാനമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അല്പം സേവനം ചെയ്തത് പള്ളിയിൽ ചെയ്ത്. അങ്ങനെ ഓർക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പല സമൂഹത്തിലേ ഉണ്ടാകുന്നു. അതുപോലെ കുടുംബക്കൂട്ടായ ഭാരവാഹികളായിട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റ് പല പ്രേക്ഷണങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചേട്ടൻ നമ്മുടെ നക്ഷത്രങ്ങൾ തൂക്കുന്ന കമ്മികൾ ഞാനാകാമെന്ന് പറഞ്ഞപ്പോൾ വെരി ഗുഡ്. അങ്ങനെ മുന്നോട്ട് വരാനായിട്ട് കഴിവുള്ള ഓരോരുത്തരുടെ ഉണ്ട്. അതൊക്കെ വലിയ കാര്യമല്ലേ. കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ സിജോൺ നമ്മുടെ കൈക്കാരനായിരുന്നു. അതിന് മുന്നേ സണ്ണിയേട്ടൻ കൈക്കാരനായിരുന്നു. ഇപ്പോൾ ബാബുവേട്ടൻ ായിരിക്കാൻ അവസരം ലഭിച്ചതിന് ദൈവത്തോട് എന്ന് പറയുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ 2 കുടുംബ കൂട്ടായ്മകളുടെ വാർഷികമാണ് നൽകുന്നത്. ഡോൺ ബോസ്കോ മദർ തെരേസ. പ്രത്യേകമായിട്ട് മദർ തെരേസയെ കുറിച്ച് പറയാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അന്തപരവും അംഗനാരക്തങ്ങളും വേണ്ടുവോളോടും ഒട്ടാരം. പക്ഷെ തമ്പുരാന്റെ ഭാര്യ തമ്പുരാട്ടിക്ക് തീരെ സുഖമില്ല. സുഖമില്ലെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തമ്പുരാട്ടി അസുഖം വായിച്ച് കിടപ്പിലാണ്.